നമസ്കാരം, വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. പൊതുമാപ്പ് ആരംഭിച്ചു. അപേക്ഷകരിൽ മലയാളികളടക്കം ഇന്ത്യക്കാർ. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വേഗപരിധി കൃത്യമായ പാതയിൽ മാത്രം സഞ്ചരിക്കുക. ഓരോ തരം വാഹനങ്ങൾക്കുമുള്ള യാത്രക്കാരുടെ എണ്ണം തുടങ്ങി ഡ്രൈവർമാർ പാലിക്കേണ്ട ഗതാഗത നിയമങ്ങളെപ്പറ്റി ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു. വയനാടിനായി കൈകോർത്തു. പ്രവാസി കുരുന്നുകൾ സമാഹരിച്ചത് 1/2 കോടി. ലോകത്തെങ്ങുമുള്ള മലയാളം മിഷൻ ചാപ്റ്ററുകളിലെ കുരുന്നുകൾ മാതൃനാടിനായി കൈകോർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1/2 കോടി രൂപ സംഭാവന ചെയ്തു. അസ്ന കൊടുങ്കാറ്റ് ഒമാൻ തീരത്തേക്ക്. ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യത. ദ്രാവക നിയന്ത്രണം മുതൽ ഹാൻഡ് ലഗേജ് വരെ. യൂറോപ്യൻ യാത്രയ്ക്ക് പുതിയ ലഗേജ് നിയമങ്ങൾ പ്രാബല്യത്തിൽ. യാത്ര ചെയ്യുമ്പോൾ കരുതാവുന്ന ദ്രാവകങ്ങൾ ജെൽ, പേസ്റ്റ്, എയറോസോൾ എന്നിവയുടെ അളവ് മില്ലിമീറ്ററായി പരിമിതപ്പെടുത്തി. സെക്യൂരിറ്റി പരിശോധനയ്ക്ക് മുൻപ് സുതാര്യമായ പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിക്കുകയും വേണം. മരുന്നുകൾ, കുട്ടികൾക്കുള്ള പാനീയങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇളവുണ്ടെങ്കിലും ഇതും സുതാര്യമായ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. സിനിമയിൽ ശക്തി കേന്ദ്രമില്ല. ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ. മമ്മൂട്ടി. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ലെന്നും അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്നും മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തതെന്നും മമ്മൂട്ടി വിശദീകരിച്ചു. വ്യാജ ഫോൺ കോൾ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വ്യാജ നമ്പറുകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണെന്ന് പറഞ്ഞു വരുന്ന കോളുകളുടെയും വിളിക്കുന്ന ആളുകളുടെയും ഐഡന്റിറ്റി പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കടം വാങ്ങിയ പണത്തെ ചൊല്ലി തർക്കം. UAEയിൽ സംഘർഷത്തിൽ പ്രവാസി കൊല്ലപ്പെട്ടു. UAEയിൽ ഉണ്ടായ സംഘർഷത്തിൽ പ്രവാസി കൊല്ലപ്പെട്ടു. ഷാർജ എമിറേറ്റിലെ വ്യവസായ മേഖലയിൽ ബുധനാഴ്ചയാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 7 ഏഷ്യൻ പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി ഷാർജ പോലീസ് അറിയിച്ചു. നാടകകൃത്തും മനുഷ്യാവകാശ പ്രവർത്തകനുമായ കനവ് ബേബി അന്തരിച്ചു. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ചിങ്ങോട് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച കനവ് എന്ന ഗുരുകുലാശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഏറെ പെരുമ നേടിയത്. KJ ബേബിയുടെ മാവേലി മന്ത്രം എന്ന നോവലിന് 1994 കേരള സാഹിത്യ അക്കാദമി അവാർഡും പിന്നീട് മുട്ടത്ത് വർക്കി അവാർഡും ലഭിച്ചു. മനോരാജ്യം എന്ന സിനിമയുടെ ഗൾഫ് പ്രീ റിലീസ് സ്റ്റാർ സിനിമാസ് ദുബായിൽ സംഘടിപ്പിച്ചു. ഗോവിന്ദ് പത്മസൂര്യ മുഖ്യ കഥാപാത്രമായി എത്തിയ സിനിമയുടെ കഥയും സംവിധാനവും റഷീദ് പറക്കൽ, പ്രൊഡ്യൂസർ പ്രവാസിയായ അനസ്മോൻ, നവാസ് വലിയകുന്നും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തു. മനോരാജ്യം എന്ന സിനിമയുടെ റിലീസാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ആക്ടർ കൂടെ ഉണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഫേസിലേക്ക് 2 വാക്ക് നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. മനോരാജ്യം നല്ലൊരു സിനിമയായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞു സിനിമ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഓസ്ട്രേലിയയും പിന്നെ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു കഥാപാത്രവും അവിടെ നടക്കുന്ന കഥയും എല്ലാം കൂടി ആയിട്ട് ഒരു നല്ലൊരു കുടുംബസമേതം വന്ന് കാണാനുള്ള ഒരു നല്ല ഫാമിലി, ആരെയും ബോറടിപ്പിക്കില്ല, അത്യാവശ്യം തമാശകളും ഒക്കെ ആയിട്ടുള്ളല്ലേ. നാട്ടിൽ നിന്നും മെൽബേണിലും ഒക്കെ പ്രീമിയർ കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഒരു സുഖമുള്ള സിനിമ എല്ലാവരും ആസ്വദിച്ച് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നൊരു. ഇനി സ്പോർട്സ് ന്യൂസ്. പാരാലിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ. റുബീന ഫ്രാൻസിസിന് വെങ്കലം. ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ദ്രാവിഡ് യുഗം. രാഹുൽ ദ്രാവിഡിന്റെ മകൻ സമിത് അണ്ടർ-19 ടീമിൽ. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര. ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ മലയാളി താരം മുഹമ്മദ് ഇനാൻ.
ഡൽഹി പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ 6 പന്തുകളും 6, 50 പന്തിൽ 120 റൺസ്. നോർത്ത് ഡൽഹി സ്ട്രൈക്കേഴ്സിന്റെ മനൻ ഭരദ്വാജിനെതിരെയായിരുന്നു പ്രയാൻഷിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് സെപ്റ്റംബർ 2 മുതൽ ആരംഭിക്കും. ഷൂട്ടൌട്ടിൽ താരമായി ഗുർമീത്. ബഗാനെ കീഴടക്കി ഡ്യൂറൻ കപ്പ് കിരീടമുയർത്തി നോർത്ത് ഈസ്റ്റ്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.